എന്താണെന്ന് കാര്യം എനിക്ക് ഞാൻ പറഞ്ഞുതരാം. മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC വെള്ളമുള്ളത്. 15 TMC വെള്ളം പൊട്ടി വരുന്ന പ്രകടശക്തികളുണ്ടെങ്കിൽ ഹിരോഷിമയിൽ ഇട്ട ബോംബിന്റെ 180 മടങ്ങാണ്. ഇത് നേരെ ചെല്ലണത് താഴെയുള്ള ചെറു ഡാമുകൾ, ഇടുക്കി ഡാമും എല്ലാം കൂടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 TMC വെള്ളം വരും. 100 TMC വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ വീതി 100 മീറ്റർ പൊക്കത്തിലായിരിക്കും അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ 1.5 കോടി ജനങ്ങളെ നേരിട്ടില്ലാതാക്കും, 2 കോടി ജനങ്ങളെ പരോക്ഷമായിട്ട്. ഈ 100 TMC വെള്ളം നേരെ ചെല്ലണം അറബിക്കടലിലോട്ടായിരിക്കും. അറബിക്കടലിൽ ഇതിൽ ഈ വെള്ളം സ്വീകരിച്ചിട്ട് നേരെ പിൻവാങ്ങും, തിരിച്ചൊരു സുനാമി പോലെ തിരിച്ചു വരും. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇല്ലാതാക്കും. ഇത്രയും വലിയൊരു ദുരന്തമാണ് നമ്മുടെ മുന്നിൽ നടക്കാൻ പോണത്. ഇത് വരാണ്ടിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയുന്നത്. ഇത്രയും ജനങ്ങളെ ഇല്ലാണ്ടാക്കാൻ കെൽപ്പുള്ള ആ ജലബോംബ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കണം. നമ്മുടെ മുന്നിൽ സമയമില്ല. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി 20 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി ഈ കിടന്ന് കഞ്ചനം. അപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, എത്ര ഫിലിം ആക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 20 ലക്ഷം ഒപ്പ് എന്താണ് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും പരമാവധി ഇത് കാണുന്ന ഇൻഫ്ലുവൻസേഴ്സും ഫിലിം ആക്ടേഴ്സും ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ തോന്നുവാണെങ്കിൽ നമ്മുടെ നാടിന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. താഴെ കാണുന്ന സ്കാനർ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെറ്റീഷൻ സമർപ്പിക്കാൻ പറ്റും. ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്. അപ്പൊ അത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് 20 ലക്ഷം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ പെറ്റീഷൻ സമർപ്പിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് നമ്മുടെ കൂടെ.